ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് കടന്ന് പോണ ഈ ഒരു പറമ്പിലാണ് ഫുള്ള് കച്ചവടക്കാർ നിൽക്കുക. അപ്പോൾ ഉച്ചയൊക്കെ ആയ ടൈമിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഉപ്പിലിട്ടത് കണ്ടപ്പോൾ അത് മേടിച്ച് കഴിച്ചു. പിന്നെ എന്തെല്ലാം സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഒട്ടുമിക്ക എല്ലാത്തരം കച്ചവടക്കാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മലിൻ്റെ കട കണ്ടപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയതാണ്. കമ്മലാണ് മെയിൻ. എവിടെ കമ്മൽ കണ്ടാലും ഞങ്ങൾ അപ്പം അത് മേടിക്കും. ആ കമ്മൽ നോക്കി നിൽക്കുമ്പോഴാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു കമ്മലിൻ്റെ ഷോപ്പ് കണ്ടത്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കി. പിന്നെ ഉണ്ണിമോക്കൊരു വള തപ്പി നടക്കുമായിരുന്നു. പക്ഷേ അവളുടെ കൈ ഭയങ്കര കുഞ്ഞതായതുകൊണ്ട് അവളുടെ സൈസിന് പറ്റിയ വളയൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കുന്ന സാധനങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്തത്. ഫുഡാണല്ലോ നമ്മളുടെ മെയിൻ. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു കൈനോട്ടക്കാരനെ കണ്ടത്. അപ്പോൾ ഉണ്ണിമോൾ അവളുടെ ഭാവി കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് ചോദിച്ചറിഞ്ഞു. പിന്നെ അതിന് ശേഷം ഈവനിങ് ഒക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് വെച്ചൊരു മഴയും പെയ്തു. അപ്പോൾ അമ്പലപ്പറമ്പ് ആകെ ചളിപിളിയായി. അങ്ങനെ ഇത്തവണത്തെ പൂരം മഴ കൊണ്ടുപോയി. ആകെ ചളിപിളി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു പൂരം ആകെ കൊളായിരുന്നു. പക്ഷെ അത്യാവശ്യം ആൾക്കാർ നൈറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കലാപരിപാടി അങ്ങോട്ട് ആരംഭിച്ചു. ഞങ്ങൾ ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കോളിഫ്ലവർ ആണ്. ഒരു 5 പ്രാവശ്യമെങ്കിലും മിനിമം ഞങ്ങൾ ഈ കോളിഫ്ലവർ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ കഴിച്ചത് പാനിപൂരിയാണ്. പാനിപൂരി 10 പൈസയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും വരവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരുമായി. പിന്നെ കുറച്ചു നേരം വരവൊക്കെ കണ്ടു നിന്ന് പിന്നെ ഞങ്ങൾ വീണ്ടും ഉണ്ണിമോൾക്ക് വള തപ്പി ഇറങ്ങി. പക്ഷെ നിർഭാഗ്യം, ഉണ്ണിമോൾക്ക് വീണ്ടും വള കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വേറെ 2-3 കടകളിൽ കയറി ഇറങ്ങി. അപ്പോഴേക്കും അടുത്ത വരവും വന്നിട്ടുണ്ടായിരുന്നു. 2 കാളവരവ് ഉണ്ടായിരുന്നു. പിന്നെ പൗപ്പറൊക്കെ പൊട്ടിച്ചിട്ട് നല്ല അടിപൊളി ഡാൻസോടെ ഉള്ള വരവൊക്കെ ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത കാളവരവ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഗാനമേള തുടങ്ങിയത്. ശ്രീ ദുർഗ വരവാഘോഷ കമ്മിറ്റിയുടെ നല്ല അടിപൊളി ഗാനമേളയായിരുന്നു. അപ്പോൾ പൂരം പൊടി പിടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.